ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഫാമിലി കാറ്റഗിസം അവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് കുമ്പസാരത്തിനുള്ള ജപത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും കുമ്പസാരത്തിനുള്ള ജപം അറിയാം. നമ്മളെല്ലാവരും വിശുദ്ധ കുമ്പസാരത്തിന് ഒരുങ്ങുന്നതിന് മുമ്പും അതുപോലെ കുമ്പസാരിച്ച് കഴിഞ്ഞുമൊക്കെ കുമ്പസാരത്തിനുള്ള ജപം ചെല്ലാറുണ്ട്. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും പിതാവേ, അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപങ്ങൾ ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും പിതാവേ, അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മൾ ഈ ചൊല്ലിയ കുമ്പസാരത്തിനുള്ള ജപത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗമായ സർവശക്തനായ ദൈവത്തോടും എന്നു മുതൽ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നുള്ള ആ ഭാഗം വരെ അത് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് മുൻപായിട്ടാണ് ചൊല്ലുന്നത്. അവിടെ ദൈവം തുടങ്ങി നമ്മുടെ മുൻപിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ വൈദികനോട് വരെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുന്നതായിട്ട് നമ്മൾ പറയുന്നു. അതിനുശേഷം ഈ പാപങ്ങളെയൊക്കെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഇതെല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ വലിയ തെറ്റാണെന്ന് നമ്മൾ ആവർത്തിച്ച് എളിമയുടെ ഒരു മനോഭാവത്തിൽ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് അണയും. രണ്ടാമത്തെ ഭാഗമാകട്ടെ, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് അതിന് നിർവൃതിയോടെ നമ്മൾ വന്നു കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മാതാവ് തൊട്ട് കുമ്പസാരക്കൂട്ടിലായിരിക്കുന്ന വൈദികനോട് വരെ നമ്മൾ പറയുകയാണ്, ദൈവത്തോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ, ഈ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റാൻ, നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിക്കാൻ അങ്ങനെ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ പറയുന്നു. ഇനി ഈ കുമ്പസാരത്തിലുള്ള ജപം ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് ചെല്ലാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവരുടെ എല്ലാം മാധ്യസ്ഥം പരിശുദ്ധ അമ്മ മുതൽ കുമ്പസാരക്കൂട്ടിലായിരിക്കുന്ന വൈദികനോട് വരെ നമ്മൾ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതുപോലെ കുമ്പസാരത്തിന് ശേഷം അവരോട് വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഇനി കുമ്പസാരത്തിലുള്ള ജപം ചെല്ലുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ ആത്മാർത്ഥമായിട്ട് കുമ്പസാരത്തിന് ഒരുങ്ങാനും കുമ്പസാരത്തിന് ശേഷം പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും എല്ലാം മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായിട്ട് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.